എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കോടാ, നിന്നെ എടാന്ന് വിളിക്കും, കള്ളന്മാരെടാന്ന് വിളിക്കും. തൊപ്പിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ബിഗ് ബോസ് താരം അഖിൽ മാരാറും തൊപ്പിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണ വീഡിയോയാണ്. അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ? നാണമില്ലാണ്ടടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ. ഇത്ര നേരം തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് വെച്ച് നോക്കുമ്പോൾ തൊപ്പി പറഞ്ഞത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. കാരണം അഖിൽ മാരാറിൻ്റെ പഴയ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അഖിൽ മാരാർ അന്ന് ബിഗ് ബോസിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തൊരു വ്യക്തിയായിരുന്നു. മനസ്സിലാണ്. നീ എന്റെ പാസ് എടുത്തിടേ, നിന്റെ പാസ് ഞാൻ എടുത്തിടട്ടടാ. അഖിലെ നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ, നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? ആരുടെ കയ്യിൽ നിന്ന് തൊപ്പി കാശ് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ അഖിൽ മാരാറുമായി തൊപ്പി ബന്ധപ്പെട്ടപ്പോൾ തൊപ്പിയുടെ അപ്പനും വാപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ അഖിൽ മാരാർ വിളിക്കുകയുണ്ടായി. ഇതാണ് തൊപ്പിയെ വളരെയധികം പ്രകോപനമാക്കിയത്. അതുകൊണ്ട് ലൈവിൽ തന്നെ തൊപ്പി അഖിൽ മാരാറെ വിളിച്ച് നല്ല തിരിച്ചു മറുപടി കൊടുത്തതാണ് ഈ കാണുന്നത്. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കോടാ, കള്ളന്മാരെടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അപ്പോൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ശക്തമായി തന്നെയാണ് തൊപ്പി അഖിൽ മാരാറോട് പ്രതികരിച്ചിരിക്കുന്നത്. തൊപ്പിയും അഖിൽ മാരാറും തമ്മിലുള്ള ഈ ഫോൺ സംഭാഷണം നിലവിൽ ഒരു വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.